ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. ദൂരെ മേഘപ്പാളി ദൂരെ താരപദ വീചി ദൂരെ മേഘപ്പാളി ദൂരെ താരപദ വീചി ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീഥിയിൽ. ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗവീഥിയിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പത്തും രണ്ടു രത്നക്കല്ലുകളാ തീർത്തതാം മന്ദിരം. പത്തും രണ്ടു രത്നക്കല്ലുകളാ തീർത്തതാം മന്ദിരം. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. കണ്ടൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും. എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം.
സ്വരമവനേ ആലാഖജാലങ്ങൾ നമിച്ചെന്നെ ആനയിക്കും എൻ സ്വരമവനേ എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്ന് ഇപ്രകാരം വായിക്കുന്നു: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഒന്നാമത്തെ പുനരുത്ഥാനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒന്നാം ഘട്ടമായ മേഘപ്രതിഷ്ഠതയിലാണ്. ഓരോ വിശ്വാസിയുടെയും പ്രത്യാശ ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിനാണ്. ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുമോ? വിശ്വസിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ഉയർപ്പാണ് അതിൻ്റെ തെളിവ്. യേശു ഉയർത്തുവെങ്കിൽ തീർച്ചയായും നാം ഓരോരുത്തരും ഉയർക്കും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാണ്, അവൻ വിശുദ്ധനായിരിക്കും. യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ ഭൂമിയിൽ ജയജീവിതം സാധ്യമാണ്. അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിൻ്റെ തിരുമാർവിൽ ചാരിയിരുന്ന് കർത്താവിൻ്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങിയവനായ യോഹന്നാൻ ശ്ലീഹ വ്യക്തമായി പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. സ്വന്തം പേര് പോലും പറയാൻ മടിക്കുന്ന യോഹന്നാൻ സ്നാപകൻ അത്രയ്ക്ക് വിനയമായിരുന്നു. കർത്താവിനെ കാണുന്ന ഒരു വ്യക്തി, കർത്താവിനെ ആന്തരിക കണ്ണുകൾ തുറന്ന് കാണുന്നവനായ ഒരു വ്യക്തി ഒരിക്കലും തന്നെ ഉയർത്തുകയില്ല, തന്നെ ഏറ്റവും താഴ്ത്തും. അപ്പോസ്തലൻ വ്യക്തമായി പറയുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഈ ലോകത്തെ ജയിക്കാൻ കഴിയുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല. വളരെ വ്യക്തമാണ്. അവന് ഭക്തിയുടെ വേഷം കാണും, അവന് ഭക്തിയുള്ള സമൂഹത്തിൽ സ്ഥാനം കാണും, അവന് സ്ഥാനമാനങ്ങൾ കാണും, പലതും കാണും, പലരും മാനിക്കുന്നുകൊണ്ടായിരിക്കും. പക്ഷേ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഈ ജയജീവിതത്തിന് ആധാരം വിശ്വാസം മാത്രം. അതിന് പണമോ കഴിവോ സ്വാധീനമോ ഡിഗ്രിയോ പദവിയോ ഇതൊന്നും വിഷയമല്ല. ഇത് നമുക്ക് ആശയ്ക്ക് വക നൽകുന്ന വലിയൊരു കാര്യമാണ്. അത് ഈ ഭൂമിയിൽ ഏതോ ഒരു വ്യക്തിക്കും സാധിക്കുന്ന കാര്യമാണ്. വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മകനായി ജനിക്കാം, ദൈവത്തിൽ നിന്ന് ജനിക്കാം, ഈ ലോകത്തിൽ ജയജീവിതം അനുഭവിക്കാം. വളരെ വ്യക്തമായി അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിച്ചു. പത്രോസ് ശ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് ശ്ലീഹ ഇപ്രകാരം പറയും. 1 പത്രോസ് 5:8: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. എന്നാൽ ഒരു സത്യമുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഏതോ ഒരു വ്യക്തിയുടെയും പിന്നാലെ അവനെ വിഴുങ്ങുവാനായി അലറുന്ന സിംഹം പോലെ പിശാച് നടക്കുന്നുണ്ട്, ചുറ്റി നടക്കുന്നുണ്ട്. അവനൊരിക്കലും അലസനായി ജീവിക്കാൻ സാധ്യമല്ല. ഒരു സെക്കൻഡ് പോലും അവൻ്റെ ജീവിതത്തിൽ അലസത വരാൻ പാടില്ല. യാതൊരു അലസതയുമില്ലാതെ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെന്നും ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവനാണെന്നും ഈ തലമുറയിൽ എനിക്ക് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ടെന്നും ഞാൻ കൃപാവലയത്തിലാണെന്നും ഒരു വ്യക്തി വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് എപ്പോഴും വിഴുങ്ങുവാൻ നിൽക്കുന്ന പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അവനെ ഒരുക്കിയിരിക്കുന്നതായ നിത്യനരകത്തിൽ അവൻ കഴിയുന്നിടത്തോളം ആളുകളെ കൊണ്ടുപോകാനുള്ള അത്യധ്വാനമാണ്. ഈ അത്യധ്വാനം നാം മനസ്സിലാക്കണം. നമ്മുടെ പിന്നാലെ നടക്കുന്ന ഭീകരനായ ശത്രു, ശരീരമില്ലാത്ത ആത്മാവായ സാത്താൻ, അവനെ പാപം ചെയ്യാൻ കൊതിയുണ്ട്, ദാഹമുണ്ട്.
ഈ ദാഹം തീർക്കാൻ ശരീരമുള്ള മനുഷ്യനെ വേണം. അതിനുവേണ്ടി മനുഷ്യനെ സ്വന്തമാക്കാൻ, മനുഷ്യനെ നശിപ്പിക്കാൻ, മനുഷ്യനെ വിഴുങ്ങാൻ അവനങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ പരീക്ഷണം ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നാം വളരെ വ്യക്തമായി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ ഗോല്യാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട നാട്ടിടയനായ ഇശ്ശായിയുടെ മകനായ ദാവീദ് എല്ലാവരാലും ഒറ്റപ്പെട്ടവനായിരുന്നു. ദാവീദ് ഒരു ദരിദ്ര ബാലനായിരുന്നു. ഇശ്ശായിയുടെ 10 മക്കളിൽ ഏറ്റവും ഇളയവനായ, ഏറ്റവും കഴി കുറഞ്ഞവനായ ബാലനായിരുന്നു. അവൻ ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു. അവൻ ആടുകളെ പിന്നാലെ നടക്കും, മൂളിപ്പാട്ടും പാടി നടക്കും. പക്ഷേ അവൻ്റെ ഹൃദയം ദൈവത്തെ സ്നേഹിച്ചിരുന്നു. ദൈവം അവനെ കാണുന്നുണ്ട് എന്ന ബോധ്യമനുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയം ദൈവസ്നേഹം തുറന്നാണ് ഇരുന്നത്. പ്രിയപ്പെട്ടവരെ, അവനെ അപ്പൻ ഒരിക്കൽ, അവൻ്റെ മൂത്ത 3 സഹോദരന്മാർ ശൗലിൻ്റെ പട്ടാളക്കാരാണ്, ഭടന്മാരാണ്. ഏലാ താഴ്വരയിൽ യുദ്ധം നടക്കുന്നു. ഇസ്രായേൽ ജനവും ഫെലിസ്ത്യരുമായി യുദ്ധം നടക്കുന്നു. ആ യുദ്ധമുന്നണിയിലേക്ക് അവൻ്റെ മൂത്ത സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടി അപ്പനായ ഇശ്ശായി ദാവീദിനെ പറഞ്ഞയച്ചു. അതാണ് 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പാവപ്പെട്ട ദാവീദ് തൻ്റെ സഹോദരന്മാരെ കാണുവാൻ വേണ്ടി പടക്കളത്തിലേക്ക്, അതിന് മുന്നണിയിലേക്ക്, ആ ഇസ്രായേൽ സൈന്യം നിൽക്കുന്നിടത്തേക്ക് ദാവീദ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്ത് ഇസ്രായേൽ നിരകളുടെ നേരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഗോലിയാത്ത് സാത്താൻ്റെ പ്രതീകമാണ്. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന ഫെലിസ്ത്യൻ സാത്താൻ്റെ പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, ആ ഫെലിസ്ത്യൻ്റെ മുൻപിൽ ഇസ്രായേൽ ജനം ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. ഇസ്രായേലിൻ്റെ രാജാവായ ശൗലിന് പ്രത്യേകതയുണ്ട്. ഇസ്രായേലിൽ ബാക്കി എല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനാണ്. അവന് നല്ല പൊക്കമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം കൊണ്ട് നല്ല യോഗ്യനാണ്. എന്നാൽ ആ ശൗൽ ഇസ്രായേലിൻ്റെ രാജാവായി ലക്ഷോപലക്ഷം ഇസ്രായേൽ സൈന്യവുമായി യുദ്ധത്തിന് നിരന്ന് നിൽക്കുമ്പോൾ, മല്ലനായ ഗോലിയാത്ത് അവരുടെ നേരെ വന്ന് വെല്ലുവിളിക്കുമ്പോൾ ശൗല് പോലും ഭയന്ന് വിറച്ചു. കാരണം ഇസ്രായേൽ ജനത്തിനെല്ലാം തോൾ മുതൽ പൊക്കമേറിയവനായ ശൗല് നോക്കിയപ്പോൾ ഫെലിസ്ത്യമല്ലനായ ഗോലിയാത്ത്, പൊക്കമുള്ളവനായ ഗോലിയാത്ത്, അവൻ എങ്ങനെയാണ് അവരുടെ മുമ്പിലേക്ക് വന്നത്? അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശക്കൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ട് നെയ്ത്തുകാരൻ്റെ പടപ്പുതടി പോലെയായിരുന്നു. കുന്തത്തിൻ്റെ അലക് 600 ശക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചയക്കാരൻ അവൻ്റെ മുമ്പേ നടന്നു. ഭീകരനായ ഈ ഗോലിയാത്ത് പടച്ചട്ടയണിഞ്ഞ് തലയിൽ താമ്രങ്ങളുള്ള ഹെൽമറ്റ് വെച്ച് കയ്യിൽ വേലും കുന്തവുമായി സർവസന്നാഹങ്ങളോടെ ഇത് ഇസ്രായേൽ ജനത്തിന് നേരെ വരികയാണ്. അന്നത്തെ കാലത്ത് യുദ്ധമുണ്ടാകുമ്പോൾ, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇങ്ങനെ നടക്കാറുണ്ട്. ഇസ്രായേൽ ഭടന്മാർ നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് മുൻപ് അവർ 2 യോദ്ധാക്കളെ, 2 കൂട്ടത്തിൽ നിന്ന് 2 യോദ്ധാക്കളെ പറഞ്ഞുവിടും. അവർ തമ്മിലുള്ളതായ മല്ല യുദ്ധത്തിൽ ആര് ജയിക്കുന്നുവോ ആ രാജ്യം ജയിച്ചതായി പ്രഖ്യാപിക്കും. അങ്ങനെ ഇന്നത്തെ കാലത്ത് നടപ്പുണ്ട്. അതനുസരിച്ചാണ് മലനായ ഗോലിയാത്ത് വന്ന് നിൽക്കുന്നത്. ആ ഗോലിയാത്തിൻ്റെ മുൻപിൽ അവൻ്റെ താമ്രം കൊണ്ടുള്ള പടച്ചട്ടയും ഹെൽമെറ്റും അവൻ്റെ വാളും കുന്തവും വേലും എല്ലാം കണ്ട് ശൗലും ഇസ്രായേൽ ജനവും ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. ആ കാഴ്ചയാണ് പാവപ്പെട്ട ദാവീദ് കാണുന്നത്. പ്രിയപ്പെട്ടവര്, ദാവീദ് ആത്മാവിനെ പ്രാപിച്ചവനാണ്. ദാവീദ് വിശ്വാസിയാണ്. ദാവീദ് കർത്താവിൻ്റെ മുഖത്ത് നോക്കി ജീവിക്കുന്നവനാണ്. ബാലനാണ്, കിളന്തി യുവാവാണ്. പക്ഷേ ദാവീദ് അല്പം പോലും ഭയപ്പെട്ടില്ല. ഗോലിയാത്തിനെ കണ്ട് അല്പം പോലും ദാവീദ് ഭയപ്പെട്ടില്ല. എന്താണ് കാരണം അറിയാമോ? ദാവീദിന് മേൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് പരിശക്തനാണെന്ന് ദാവീദിനറിയാം. യുദ്ധമുന്നണിയിലേക്ക് വന്ന് ഇസ്രായേലിനത്തെ
വെല്ലുവിളിക്കുന്നവനായ ഗോലിയാത്ത് 40 ദിവസമായി വെല്ലുവിളിക്കുന്നവനാണ്. അവൻ എല്ലാ ദിവസവും രാവിലെ തന്നെ വന്ന് വെല്ലുവിളിക്കും. ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കും. ജനം ഭയന്ന് പറച്ചു നിൽക്കും. രാജാവ് ഉൾപ്പെടെ, ശൗൽ രാജാവ് ഉൾപ്പെടെ ഭയന്ന് പറച്ചു നിൽക്കും. 40-ാമത്തെ ദിവസം അധികാരമുള്ളവനായ ദൈവം, സർവശക്തനായ ദൈവം തൻ്റെ ദാസനായ ദാവീദിനെ അവിടേക്ക് പറഞ്ഞയച്ചു. ഒന്നുമില്ലാത്ത ഇടയ ചെറുക്കൻ. അവൻ്റെ കയ്യിലൊരു ഇടയ സഞ്ചിയുണ്ട്, വേറൊന്നുമില്ല. ആടുകളെ മേയ്ക്കുന്നതായ ഒരു ചെറിയ കോലുമുണ്ട് കയ്യിൽ. അവൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അതിന് വേറെ പാരമ്പര്യങ്ങളൊന്നും പറയാനില്ല. പ്രിയപ്പെട്ടവരെ, ആരൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഒരു ദൈവവേദന ആകെ വേണ്ടത് വിശ്വാസമാണ്. ദൈവത്തിന് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിന് പൂർണ്ണമായി പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു ഹൃദയം, അങ്ങനൊരു ജീവിതം. പകൽ ആടുകളെയും കൊണ്ട്, വെയിൽ കൊണ്ട് ആടുകളെ മേയ്ക്കാൻ നടക്കും. രാത്രി ആലയുടെ വാതുക്കൽ ദുഷ്ടമൃഗങ്ങൾ തൻ്റെ ആടുകളെ കൊണ്ടുപോകാതിരിക്കാനും ആ ആലയുടെ വാതുക്കൽ കാവൽ കാത്തു കിടക്കും. മഞ്ഞും വെയിലും എല്ലാം സഹിച്ച് മഴ നനഞ്ഞ് ആ ആലയുടെ വാതുക്കൽ കിടക്കുന്ന ദാവീദ് നിർഭയനാണ്. അവൻ ആരെയും പേടിയില്ല. അവൻ ആ കാഴ്ച കണ്ടു. ഗോലിയാത്ത് അവന് നേരെ വരുന്നു, വെല്ലുവിളിക്കുന്നു. അതോ അവൻ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെ ദുഷിച്ചുകൊണ്ടാണ് ഗോലിയാത്ത് സംസാരിക്കുന്നത്. ദൈവത്തെ പഴിച്ചുകൊണ്ട്, ജീവനുള്ള ദൈവത്തെ ദുഷിച്ചുകൊണ്ട് ഗോലിയാത്ത് അവൻ്റെ സർവായുധ വർഗങ്ങളിൽ അവൻ അഭിമാനം പൂണ്ട് അവൻ വെല്ലുവിളിക്കുകയാണ്. ദാവീദ് ഗോലിയാത്തിൻ്റെ പടച്ചട്ടയല്ല കണ്ടത്. ദാവീദ് ഗോലിയാത്തിൻ്റെ താമ്ര ശിരസ്ത്രമല്ല കണ്ടത്. അവൻ്റെ തോളിൽ വെച്ചിരിക്കുന്നതായ വേലോ അവൻ്റെ കയ്യിലിരിക്കുന്നതായ കുന്തമോ അല്ല ദാവീദ് ശ്രദ്ധിച്ചത്. ദാവീദിനെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം കാണിച്ചു കൊടുത്തു. അവൻ്റെ നഗ്നമായ നെറ്റിത്തടം കാണിച്ചു കൊടുത്തു. ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു. ആത്മാവ് വിശ്വാസിയായി ഉണർന്നു എന്ന് പറഞ്ഞാൽ ദാവീദിൽ നിൽക്കുന്ന ആത്മാവ് ഉണർന്നു. ആ ആത്മാവ് ദാവീദിനെ ശക്തീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ശക്തി ഈ തലമുറയിൽ ധരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ ആത്മശരീര മനസ്സുകളെ ഞാൻ ദൈവത്തിനായി തരുന്നു എന്ന് ഉറപ്പോടെ പറയുവാൻ ധൈര്യമുള്ള, പ്രാഗൽഭ്യമുള്ള, സമർപ്പണമുള്ള ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടോ? അവരെയാണ് ദൈവം നോക്കുന്നത്. ശൗൽ രാജാവരെയല്ല, ആ രാജാവിൻ്റെ കയ്യിലുള്ള ലക്ഷക്കണക്കിനുള്ള ഭടന്മാരെയല്ല. അധികാരമുള്ളവനായ ദൈവം, തീക്ഷ്ണതയുള്ളവനായ ദൈവം, പരാക്രമശാലിയായ ദൈവം, യുദ്ധവീരനായ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്പോൾ നോക്കുന്നത് തനിക്ക് വേണ്ടി സർവ്വതും ത്യജിച്ച് അരയും തലയും മുറക്കി വിശ്വാസിയായി ഈ തലമുറയിൽ സാത്താനോട് പോരാടുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ തങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കാം, സമർപ്പിക്കാം. ദാവീദ് മുന്നോട്ട് ചെന്നു. ദാവീദ് ശൗൽ രാജാവിനോട് പറഞ്ഞു, ഞാനവനെ നേരിടാം. ശൗല് പരിഭ്രമിച്ചു പോയി. നീ ഒരു കിളന്ത യുവാവല്ലേ? അവനോ യോദ്ധാവാണ്. അവൻ ചെറുപ്പം മുതൽ യുദ്ധം അഭ്യസിച്ചവനാണ്. അവൻ അഭ്യാസിയാണ്. നീ വെറും കിളന്ത യുവാവാണ്, നിന്നെക്കൊണ്ട് സാധിക്കുമോ? ദാവീദ് പറഞ്ഞു, ഞാനവനെ നേരിടാം. എനിക്കൊരു ദൈവമുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപത്തെ ജയിപ്പാൻ, ലോകത്തെ ജയിപ്പാനുള്ള ഒറ്റ ആയുധം വിശ്വാസമാണ്. വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. അവനെ ഉപയോഗിക്കുന്ന ദൈവമാണ്. അവൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ അനുഭവം, ശ്രേഷ്ഠമേറിയ അനുഭവം ഈ തലമുറയിലും എല്ലാ തലമുറകളിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹാബേൽ ദൈവത്തോട് നടന്നു, രക്തസാക്ഷിയാകേണ്ട വന്നു. ഹാനോക്ക് ദൈവത്തോട് നടന്നു. എല്ലാവരും അവനെ പകച്ചപ്പോൾ ദൈവം അവനെ സ്വർഗത്തിലേക്ക് എടുത്തു. അവൻ സെക്യൂറാണ്. അവനെ സംരക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്. ഈ തലമുറയിലും ദൈവമുണ്ട്. ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുമെന്നൊരു വ്യക്തി ഹൃദയത്തിൽ തീരുമാനിച്ചാൽ അവനെ കാണുന്ന ഒരു ദൈവമുണ്ട്. അവനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് പറഞ്ഞു, ശൗൽ രാജാവിനോട് പറഞ്ഞു, ഞാനവനെ നേരിടാം.
അവൻ്റെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ ശൗൽ പറഞ്ഞു, ശരി, നീ പോയി അവനോട് പൊരുതിക്കൊള്ളുക. പ്രിയപ്പെട്ടവർ, പാവപ്പെട്ട ദാവീദ് ആ മലനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ശൗലൊരു കാര്യം ചെയ്തു. താനിട്ടിരിക്കുന്ന പടച്ചട്ടയും തൻ്റെ കയ്യിലുള്ള വാളുമെല്ലാം ദാവീദ് കൊടുത്തു. നീ ഇതിട്ടുകൊണ്ട് പൊക്കോ. ദാവീദ് ഒരു പാവപ്പെട്ട പയ്യനല്ലേ, ശൗൽ രാജാവല്ലേ. ദാവീദ് അനങ്ങാതെ നിന്നു. ശൗൽ അതെല്ലാം അണിയിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്കിതൊന്നും ശീലമില്ലല്ലോ, എനിക്ക് ഈ മനുഷ്യൻ തരുന്ന പ്രശംസ അതൊന്നും എനിക്ക് ശീലമില്ലല്ലോ, എനിക്ക് മനുഷ്യൻ തരുന്ന ആയുധങ്ങളൊന്നും എനിക്ക് ശീലമില്ലല്ലോ, എനിക്കതൊന്നും വേണ്ട, ഞാനിതൊന്നുമില്ലാതെ പൊക്കോളാം. എല്ലാം മൂടിക്കൊടുത്തു. ദൈവം നാമത്തിൽ പോയി അവൻ്റെ തോളിലുള്ള ഇടയസഞ്ചിയിൽ അവൻ താഴ്വരയിലേക്ക് ഇറങ്ങി താഴ്വരയിൽ നിന്ന് മിനുസമുള്ള 5 കല്ലുകൾ പെറുക്കി ഇടയസഞ്ചിയിൽ ഇട്ടുകൊണ്ട് അവൻ ഗോലിയാത്തിനോടെടുത്തു. വചനം കേൾക്കുന്ന സഹോദര സഹോദരി, താഴാൻ നിനക്ക് മനസ്സുണ്ടോ? ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് താഴ്വരയിലേക്ക് ഇറങ്ങാൻ നിനക്ക് മനസ്സുണ്ടോ? ആ താഴ്വരയിൽ ഇതാ മിനുസമുള്ള കല്ലുകൾ. സ്തോത്രം. ദൈവിക വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് നിത്യനായ ദൈവം നിൽക്കുന്നു. 5 കല്ലുകൾ അവൻ്റെ ഇടയസഞ്ചിയിലേക്ക് പെറുക്കിയിട്ട് 5 കല്ലുകൾ. ഗോലിയാത്തിനെ നേരിടുവാൻ അവൻ ചെല്ലുമ്പോൾ ഗോലിയാത്ത് അവനെ പരിഹസിച്ചു. നീ വടിയുമായി എൻ്റെ നേരെ വരാൻ ഞാനൊരു നായാണോ? നിന്നെ ഞാൻ പിച്ച് ചീന്തും. അവൻ ആക്രോശിച്ചു. അവൻ അലർന്ന സിംഹമാണ്, അവൻ അനേകരെ കൊന്നവനാണ്, തിന്നവനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ദാവീദ് ഭയപ്പെട്ടില്ല. ദാവീദ് പറഞ്ഞു, നീ വേലും കുന്തവുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. എൻ്റെ കയ്യിലൊരു നാമമുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ആ വിശ്വാസവുമായി വരുന്നു. നിങ്ങൾക്കറിയാം, മല്ലൻ ഈ ദാവീദിനെ പിച്ച് ചീന്തുവാൻ മുന്നോട്ടെടുക്കുമ്പോൾ ദാവീദ് അവൻ്റെ കവണയിൽ ഒരു കല്ല് വെച്ച് അവൻ്റെ നഗ്നമായ നെറ്റിത്തടത്തിലേക്ക് ഒരേറ്. പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും വേണ്ട. ഇന്ന് വലിയ വീരശൂര പരാക്രമങ്ങൾ കാണിക്കുന്നവന് ഒരു കല്ല് കൊണ്ട് വീഴിക്കാനേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നിന്റെ കഴിവുകൾ, നിന്റെ പദവികൾ. ഇന്ന് നീ ബാക്കിയുള്ളവരെ എല്ലാം ചവിട്ടിത്താഴ്ത്തി, നിന്നെക്കാൾ പൊക്കമുള്ളവരെയെല്ലാം നീ പൊക്കം താഴ്ത്തി, ഞാൻ കേമനാണ്, മിടുക്കനാണ്, ഞാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ നിൽക്കുമ്പോൾ നിന്നെ താഴ്ത്താൻ ഒരു കല്ല് മതി. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. മറന്നുപോകരുത്, ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവായ യേശു പരസ്യമായ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വചനമാണ്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ഉയർത്തുന്നത് തന്നെത്താനാണ്, അവനെ താഴ്ത്തുന്നത് ദൈവമാണ്. ദൈവം താഴ്ത്തുന്നവനെ ഉയർത്താൻ ആരെക്കൊണ്ടും സാധ്യമല്ല. നീ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. ദൈവം നിന്നെ താഴ്ത്തിയിരിക്കും. നിനക്കൊരു വിശ്വാസിയാകാമോ? ഈ തലമുറയിൽ നിന്റെ പരാജയങ്ങളെല്ലാം മാറും. എല്ലാം ദൈവം നിനക്ക് മാറ്റിത്തരും. നിന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റും. അവൻ നിന്നോട് കൂടെ കാണും. പ്രിയപ്പെട്ടവരെ, ഗോലിയാത്ത് ദാവീദിന്റെ ആ ഒരു കല്ലിൻ്റെ മുമ്പിൽ വീണു. ഇത്രയേ ഉള്ളൂ. ദൈവമില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. താഴ്ത്തുന്നത് തന്നെത്താനെയാണ്, അവനെ ഉയർത്തുന്നത് ദൈവമാണ്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ആരെല്ലാം തന്നെ ഉയർത്തുന്നുവോ അവന് ദൈവം താഴ്ത്തും. ഉറപ്പാണ്. നമുക്ക് താണിരിക്കാം. ഈ തലമുറയിൽ നമുക്ക് താണിരിക്കാം. എൻ്റെ പിന്നാലെ ദുഷ്ടനായ വേശാചികനുണ്ട്, അവനെ തൊടാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ എനിക്കൊരു നാമമുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ ചങ്കിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു ദൈവമുണ്ട്, ഒരു രക്ഷകനുണ്ട്. അവൻ ഇമ്മാനുവേലാം ദൈവമാണ്. അവൻ മനുഷ്യനോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. അവൻ കൂരിരിൽ താഴ്വരയിലും കൂടെയിരിക്കുന്ന ദൈവമാണ്. ആ ദാവീദ് തന്നെ പിന്നീട് പറയുന്നുണ്ട് 23-ാം സങ്കീർത്തനത്തിൽ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതാണ് പ്രാഗൽഭ്യം. വേറൊന്നുമല്ല. പണത്തിൻ്റെ കൊഴുപ്പല്ല, ജനസ്വാധീനമല്ല, ഏതെങ്കിലും ഔദ്യോഗിക പദവിയല്ല, ശമ്പളത്തിൻ്റെ മെച്ചമല്ല, അംഗബലമല്ല, കുടുംബ സ്വത്തല്ല, പാരമ്പര്യങ്ങളുമല്ല, ഒന്നുമല്ല. എന്നോടുകൂടി ഒരു ദൈവമുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും, മരണനിഴലിൽ താഴ്വരയിൽ ഞാൻ ആയിരുന്നാലും, എന്നെ കാക്കാനൊരു ദൈവമുണ്ട്.
ആ ഉറപ്പാണ്. കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾക്കാർക്കെല്ലാം ഇപ്പോൾ ഉറപ്പ് കിട്ടുന്നുണ്ട്? സഹോദരി സഹോദരങ്ങളെ, ഈ വൈകിയ വേളയിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ, ഒന്നാമത്തെ പുനരുത്ഥാനത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? കർത്താവെ, ഞാൻ എന്നെ തന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്കായി വിട്ടുതരുന്നു. സമർപ്പിക്കാമോ? സഹോദര സഹോദരി, എൻ്റെ മുൻപിൽ കെഞ്ചിക്കൊണ്ട് നിൽക്കുന്ന ആരാണെന്ന് നിനക്കറിയാമോ? സിട്ടാവായ ദൈവം, നിനക്ക് ജീവൻ തന്ന ദൈവം. നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അവിടേക്ക് ജീവൻ പകർന്നവനായ ദൈവം, നിന്റെ സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം, ഈ കർത്താവിന് രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്ന സമയം, ഒന്നാമത്തെ പുനരുത്ഥാനത്തോട് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയം, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവനായ ദൈവം, സ്നേഹവാനായ ദൈവം, അവരിതാ കരം നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. ആ കരകളിലേക്ക് ജീവിതം കൊടുക്കാമോ? അവൻ നിന്നെ തള്ളിക്കളയുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. നീ പാപിയാണ് എന്ന് അവൻ പറഞ്ഞ് തള്ളിക്കളയുകയില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാനായി വന്നത് എന്ന് അരുളി ചെയ്തവൻ ഏതൊരു പാപിയെയും സ്നേഹിക്കുന്നവനാണ്, തന്നെ തിരുമാർവോട് അണയ്ക്കുന്നവനാണ്, ശക്തി പകരുന്നവനാണ്, ശത്രുവിനെ ഫലസിച്ചകറ്റുന്നവനാണ്, തൻ്റെ മാർവിലെ തിരുരക്തത്താൽ അവനെ കഴുകി വെടിപ്പാക്കുന്നവനാണ്, അവനോടുകൂടെ തൻ്റെ സിംഹാസനത്തിരിപ്പാൻ വരം നൽകുന്നവനാണ്, കൃപ നൽകുന്നവനാണ്. ആ ദൈവം നിങ്ങളെ വിളിക്കുന്നു, ഓരോരുത്തരെയും വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം കേട്ടുകൊണ്ട് ജീവിക്കുന്നവനായ ദാവീദ് യാതൊരു സംശയവുമില്ലാതെ, യാതൊരു ഭയവുമില്ലാതെ ഗോലിയാത്തിനെ നേരിട്ടു. ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഇന്ന് മാതാപിതാക്കന്മാർ കേഴുകയല്ലേ? ഇന്ന് അനേകർ ദുഃഖിക്കുകയല്ലേ? ഇന്നത്തെ തലമുറ എങ്ങോട്ട് പോകുമെന്ന് തിരിച്ചറിയാതെ ഇന്ന് അനേകർ വിലപിക്കുകയല്ലേ? വിലപിച്ചിട്ട് കാര്യമില്ല, അന്ധകാരത്തെ ശപിച്ചിട്ട് കാര്യമില്ല. അന്ധകാരത്തെ ശപിക്കാതെ അവിടെ ഒരു വെളിച്ചമായി നിൽക്കാൻ, ഒരു കൈത്തിരിയായി നിൽക്കാൻ നിനക്ക് മനസ്സുണ്ടോ? സ്നേഹവാനായ ദൈവം നിൽക്കുന്നു, ശക്തി പകരാൻ നിൽക്കുന്നു. നിന്നെ ഒരു വിശ്വാസിയായി നടത്തുവാൻ കടലിൻ്റെ മീതെ കൂടെ പത്രോസിനെ നടത്തിയവനായ ദൈവം, ഈ തലമുറയിൽ പാപം കൂടാതെ നിനക്ക് നിന്നെ നടത്തുവാൻ മതിയായവനായ ദൈവം നിന്റെ നേരെ കരം നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. ജീവിതം വിട്ടുകൊടുക്കാമോ? ദാവീദ് ഒന്നേ ചെയ്തുള്ളൂ, ഒറ്റ കല്ലുകൊണ്ട് ഗോലിയാത്തിനെ ജയിച്ചു. അവൻ മറിഞ്ഞു വീണു. ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിലെ പണവും ഈ ലോകത്തിലെ പ്രതാപവും എല്ലാം ഇത്രയേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ലത്തൂരിൽ നടന്ന് നാം ഓർക്കുന്നില്ലേ? ലത്തൂരിലെ വലിയൊരു ധനികനായ മനുഷ്യൻ, അനേകം ഫ്ലാറ്റുകളുള്ള മനുഷ്യൻ, 6 ഫ്ലാറ്റ് സ്വന്തമായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം ഒരു ഫ്ലാറ്റിൽ വസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ആ ഫ്ലാറ്റിലുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന മുറിയിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ ബാക്കി സകല ഫ്ലാറ്റുകളിൽ നടക്കുന്നതെല്ലാം അദ്ദേഹത്തിന് കാണാം. അത്രയെല്ലാം ആധുനിക സൗകര്യങ്ങളുമുള്ള ആ ലത്തൂരിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. അതൊക്കെ നിങ്ങൾക്കറിയാം, വാർത്താമാധ്യമങ്ങളെ ഞാൻ നിങ്ങളും കേട്ടതാണ്. ഈ വലിയ കോടീശ്വരനായ മനുഷ്യൻ അന്ന് പ്രഭാതത്തിൽ ഒരു ബ്രെഡിന് വേണ്ടി വഴിയരികിലിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു. അദ്ദേഹം ഒഴികെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചു. ഫ്ലാറ്റുകളെല്ലാം തകർന്നു. ആരോരുമില്ലാത്തവനായി, വിശപ്പ് കാരുന്ന വയറുമായി വഴിയരികിൽ അന്ന് കൊണ്ടുവരുന്നതായ ഒരു ബണ്ണ് കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നു. ബാക്കിയെല്ലാം ആർത്തി പിടിച്ചവരെല്ലാം ആദ്യം ബണ്ണ് മേടിച്ച അവസാനം അദ്ദേഹത്തിന് ബണ്ണ് കിട്ടിയുമില്ല. അദ്ദേഹം ആ വഴിയരികിൽ കുത്തിയിരുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാത്തവനായി. സഹോദര, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? നീ എന്ത് കണ്ടുകൊണ്ടാണ് അഹങ്കരിക്കുന്നത്? വേണ്ട, നമുക്ക് വിശ്വാസികളാകാം. കർത്താവിനെ കാണാം, നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് ദൈവത്തെ കാണാം. നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. അവൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ദൈവമാണ്. നീ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ഒരു മനസ്സാണ്. അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ അവൻ തൻ്റെ ഹൃദയത്തിലെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നിയന്ത്രിക്കും. അവൻ തന്നെ ഉപയോഗിക്കും. അവൻ്റെ ഒരു ഉപകരണമായി ഉപയോഗിക്കും. ഈ തലമുറയിൽ നിൽക്കാമോ? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക ആത്മാക്കളെ നേടുവാൻ ദൈവം തന്നെ ഉപയോഗിക്കും. നിന്നിൽ നിന്നുകൊണ്ട് അവൻ പ്രവർത്തിക്കും. നിരായുധനായ ദാവീദ് അവൻ്റെ മുകളിൽ കയറി നിന്ന് അവൻ്റെ അരയിൽ നിന്ന് അവൻ്റെ വാളെടുത്ത് അവൻ്റെ തലവെട്ടി. ഞാനിങ്ങനെ ധ്യാനിക്കും. വലം കൈയിൽ ഗോലിയാത്തിൻ്റെ വാളും ഇടം കൈയിൽ ഗോലിയാത്തിൻ്റെ തലയുമായി ശൗൽ രാജാവിൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന ദാവീദിനെ പോലെ
ഈ തലമുറയിൽ ജയാളികളെ നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്. ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ വിശ്വാസം തന്നെ. സ്തോത്രം. വെറും വിശ്വാസത്താൽ ലോകത്തെ ജയിക്കാം. വേറൊന്നും വേണ്ട. നിനക്ക് വേറെ ഒന്നുമില്ല എന്ന് നീ പറയണ്ട. നിനക്കാരുമില്ല എന്ന് നീ പറയണ്ട. നിനക്കൊരുവനുണ്ട്. ആരുമില്ല എന്ന് പറഞ്ഞ് തലതാഴ്ത്തിയിരിക്കുന്നവനെ തേടി കർത്താവായ യേശു പറയും, ഞാൻ നിനക്കുണ്ട്, നിനക്ക് ഞാനുണ്ട്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ഈ സമയം നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ അടച്ചേ, കണ്ണുകളെ അടച്ചേ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, പാപിയും ഏഴയും നിസ്സാരനുമായ ഈ മണ്ടരിയായ അടിയനോടോടുന്ന് മനസ്സരിയണമേ. അവിടുത്തെ തൃക്കരമടിയൻ്റെ മേൽ വയ്ക്കണമേ. തിരക്തത്താ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. സമർപ്പിച്ച ഓരോരുത്തരെയും അവിടുന്ന് ഇപ്പോൾ സന്ദർശിക്കണമേ. ശത്രുവിന് സകല അവകാശത്തെയും ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ അവിടുത്തെ സ്വന്തമാക്കി തീർക്കണമേ. ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. കർത്താവേ, രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഒന്നാമത്തെ പുനരുദ്ധാരണത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ ഭാഗ്യാവസ്ഥ അവിടുന്ന് ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. മാനവും മഹത്വം അവിടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.